സഞ്ചാരികളെ അനന്തപുരി ചുറ്റിക്കാണിക്കാൻ കെഎസ്ആർടിസിയുടെ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളെത്തി. 2 ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ്സുകളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെത്തിയത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, കോട്ട, ശംഖുമുഖത്തെ കൽമണ്ഡപം, കോവളം ബീച്ച്, പാളയം ചർച്ച് ഉൾപ്പെടെ തലസ്ഥാനത്തിന്റെ പൈതൃക കാഴ്ചകൾ ബസിന്റെ വശങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. മുകളിൽ 35 സീറ്റും താഴെ 30 സീറ്റുകളുമടക്കം ആകെ 65 സീറ്റുകളാണ് ബസ്സിനുള്ളത്. കയറാനും ഇറങ്ങാനും 2 വാതിലുകൾ, ഒന്ന് മുൻവശത്തും ഒന്ന് പിറകുവശത്തും. ബസ്സിനകത്ത് 5 ക്യാമറയുണ്ട്. ടിവി, മ്യൂസിക് സിസ്റ്റവുമുണ്ട്. സ്ഥലങ്ങൾ കാണിക്കുന്ന LED ഡിസ്പ്ലേയും സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ സീറ്റിനടുത്തും സ്റ്റോപ്പ് ബട്ടൺ കാണാം. ബട്ടൺ അമർത്തിയാൽ യാത്രക്കാരന് ഇറങ്ങാനുണ്ടെന്ന നിർദ്ദേശം ഡ്രൈവർക്ക് ലഭിക്കും. 9.8 മീറ്ററാണ് ബസിന്റെ ആകെ നീളം. 2 ചാർജിംഗ് പോയിന്റാണ് ബസ്സിനുള്ളത്. 1 മണിക്കൂർ കൊണ്ട് ബസ്സിൽ ചാർജ് കയറും. 150 കിലോമീറ്റർ മുതൽ 240 കിലോമീറ്ററിന് അകത്ത് വരെ ഒറ്റ ചാർജിൽ സഞ്ചരിക്കാൻ കഴിയും എന്നതും ബസിന്റെ പ്രത്യേകതയാണ്. പരമാവധി വേഗത 75 കിലോമീറ്റർ ആണെങ്കിലും നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത് 60 കിലോമീറ്റർ ആണ്. 1,90,00,000 രൂപയാണ് ഒരു ബസിന്റെ വില. സംസ്ഥാനത്ത് ആദ്യമായാണ് ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ്സുകൾ എത്തുന്നത്. നവകേരള ബസ്സുമായി സാമ്യമുള്ള ചോക്ലേറ്റ് നിറമാണ് പുതിയ ഡബിൾ ഡെക്കറിനും ഉപയോഗിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം നഗരത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് കെഎസ്ആർടിസിയുടെ ഡബിൾ ഡെക്കർ യാത്ര. ഉച്ച തുടങ്ങി രാത്രി വരെയാണ് ബസ് സർവീസ് നടത്തുന്നത്. മേൽമൂടി ഇല്ലാത്തതിനാൽ യാത്രക്കാർക്ക് നഗരക്കാഴ്ചകൾ ആവോളം ആസ്വദിക്കാനുമാകും. യാത്രക്കാരെ നഗരത്തിലെ പ്രധാന സ്ഥലങ്ങൾ പരിചയപ്പെടുത്താൻ ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. 200 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വരുന്ന ദിവസം തന്നെ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകൾ ഓടിത്തുടങ്ങും. ഇതോടെ മുംബൈ നഗരം കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുള്ള നഗരമാകും തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരത്തിൽ നിലവിൽ സാധാരണ ഡബിൾ ഡെക്കർ ബസ് നഗരത്തിൽ സർവീസ് നടത്തുന്നുണ്ട്. ഈ ബസ്സുകളിൽ കയറുന്നതിന് സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ്. തലസ്ഥാനം കാണാൻ എത്തുന്ന വിനോദസഞ്ചാരികളും ഇതിൽ യാത്ര ചെയ്യാറുണ്ട്. ഇവർ ഇനി ചെലവ് കുറഞ്ഞ ഇലക്ട്രിക് ഇരുനില ബസ്സിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരം കോർപ്പറേഷനാണ് ബസ്സുകൾ വാങ്ങി നൽകുന്നത്. പദ്ധതി പ്രകാരം 113 ബസ്സുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2ാം ഘട്ടത്തിലെ 20 ബസ്സുകൾ ഉടനെത്തും.